നമസ്കാരം, MHN ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നിർണായക വിധി ദിനം. ഒരാഴ്ച നീണ്ടുന്ന പ്രചാരണ കോലാഹലങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം നടന്ന വീറും വാശിയും നിറഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഇന്ന് 4 മണിയോടുകൂടി ചിത്രം വ്യക്തമാകും. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫലപ്രഖ്യാപനത്തിനായി MHN ചാനൽ തയ്യാറായിരിക്കുന്നു. ആര് ഭരിക്കും MHN? നമുക്ക് വോട്ടർമാരോട് ചോദിക്കാം. ഏത് പാർട്ടി വിജയിക്കുമെന്നാണ് തോന്നുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പാർട്ടി വിജയിക്കുമെന്നാണ് എൻ്റെ ഇന്ന് ഫലപ്രഖ്യാപനമാണല്ലോ. ഏത് പാർട്ടി ജയിക്കുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ബോക്സ് ജയിക്കും. ബാഗ് ജയിക്കും. MHN തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടി ജയിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ബാഗ് ജയിക്കും. എന്താണ് കാരണം? വികസനമാണെങ്കിൽ ബാഗ് ജയിക്കും. നമസ്കാരം, ഞാൻ ശ്വേത ജന്ന. എൻ്റെ കൂടെ ഹേമൻ. MHN ഇലക്ഷൻ ന്യൂസിൽ ഇന്ന് നിങ്ങളോടൊപ്പം ചേരുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത, കൗണ്ടിംഗ് സ്റ്റേഷനിൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. 5 മണ്ഡലത്തിലെ വോട്ടുകളാണ് ആദ്യം എണ്ണി തുടങ്ങിയിരിക്കുന്നത്. 5 മണ്ഡലത്തിൽ നിന്ന് 4 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. ചിത്രം വ്യക്തമായിരിക്കുന്നു. 5B മണ്ഡലത്തിലെ ബാഗ് ചിഹ്നത്തിന് മത്സരിച്ച ഷിഫ ഫാത്തിമ 12 വോട്ടുകളുടെ വ്യത്യാസത്തിൽ എതിർ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഇനിയാണുള്ളത് 5C മണ്ഡലത്തിലെ വോട്ടുകളാണ്. 5C മണ്ഡലത്തിൽ നിന്നും 3 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. ശ്വേത, ആര് ജയിക്കുമെന്നാണ് നീ കരുതുന്നത്? പ്രവചനാതീതമായ മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത്. നമുക്ക് കാത്തിരുന്നു കാണാം. അഞ്ച് C മണ്ഡലത്തിലെ വിധി വന്നിരിക്കുന്നു. പെൻ ചിഹ്നത്തിൽ മത്സരിച്ച മിസ്ലഹ ഫാത്തിമ 7 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു. അതെ, 2 മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ പെൻ പാർട്ടിയും ബാഗ് പാർട്ടിയും ഓരോരോ മണ്ഡലങ്ങളിൽ വിജയിച്ചിരിക്കുന്നു. അടുത്തതായി എണ്ണാനുള്ളത് 5D മണ്ഡലത്തിലെ വോട്ടുകളാണ്. 4 സ്ഥാനാർത്ഥികളാണ് അവിടെ നിന്ന് മത്സരിച്ചത്. നമുക്ക് നോക്കാം, വിവരങ്ങൾ വന്നു തുടങ്ങുന്നു. അഞ്ചടി മണ്ഡലത്തിലെ ചിത്രവും വ്യക്തമായിരിക്കുകയാണ്. ബാഗ് ചിഹ്നത്തിൽ മത്സരിച്ച നസൽ റഹ്മാൻ 48% വോട്ടുകൾ നേടി വിജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ ഹനിയ നമ്മോടൊപ്പം ചേരുന്നു. പറയൂ ഹനിയ, എന്താണ് ഇപ്പോൾ പാർട്ടി നേതാക്കൾ പറയുന്നത്? ശ്വേത, കേൾക്കുന്നുണ്ടോ? 3 മണ്ഡലങ്ങൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ പെൻ പാർട്ടി 1 മണ്ഡലത്തിലും ബാഗ് പാർട്ടി 2 മണ്ഡലങ്ങളിലുമായി വിജയിച്ചിരിക്കുന്നു. ബാഗ് പാർട്ടി അവരുടെ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അഞ്ച് E 5F മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. 5E മണ്ഡലത്തിൽ നിന്ന് 3 സ്ഥാനാർത്ഥികളും 5F മണ്ഡലത്തിൽ നിന്ന് 4 സ്ഥാനാർത്ഥികളുമാണ് മത്സരിച്ചിരിക്കുന്നത്. ഈ മണ്ഡലത്തിലെ റിസൾട്ട് വന്നിരിക്കുന്നു. പെൻ ചിഹ്നത്തിൽ മത്സരിച്ച സാബിത്ത് 56% വോട്ടുകൾ നേടി വിജയിച്ചിരിക്കുന്നു. അതാ 5F മണ്ഡലത്തിലെ റിസൾട്ടും കൂടി എത്തിയിരിക്കുന്നു. ഇഞ്ചോടിഞ്ച് മത്സരത്തിന് ശേഷം റഷ ഫാത്തിമ തന്റെ എതിർ സ്ഥാനത്തിന് വെറും ഒരു വോട്ടിന് തന്റെ എതിർ സ്ഥാനത്തിനെ തോൽപ്പിച്ചിരിക്കുന്നു. അതെ, ബുക്ക് പാർട്ടിയും അക്കൗണ്ട് തുറന്നിരിക്കുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത, 6 മണ്ഡലത്തിലെ വോട്ടുകൾ കൂടി എണ്ണി തുടങ്ങിയിരിക്കുന്നു.
6A മണ്ഡലത്തിൽ നിന്നും പെൻ ചിഹ്നത്തിൽ ലുബ്നയും, ബാഗ് ചിഹ്നത്തിൽ ദിൻഹയും, ബോക്സ് ചിഹ്നത്തിൽ ഫൈസാനും, ബുക്ക് ചിഹ്നത്തിൽ നുഫൈലും മത്സരിച്ചപ്പോൾ വിധി ഏവരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിധി വന്നിരിക്കുന്നു. 6A മണ്ഡലത്തിൽ നിന്നും പെൻ പാർട്ടിയുടെ ലുബ്ന 3 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുകയാണ്. ഇനി വിധി കാത്തിരിക്കുന്നത് 6B മണ്ഡലമാണ്. 4 സ്ഥാനാർത്ഥികൾ മത്സരിച്ച 6B മണ്ഡലത്തിൽ കനത്ത പ്രചരണ പ്രവർത്തനങ്ങളാണ് നടന്നിരുന്നത്. 6B മണ്ഡലത്തിന്റെ വിധി വന്നിരിക്കുന്നു. ഇഞ്ചോടിഞ്ച് മത്സരത്തിനു ശേഷം മുഹമ്മദ് റജ്വാൻ 1 വോട്ടിന് വിജയിച്ചിരിക്കുന്നു. ബുക്ക് പാർട്ടി വീണ്ടും വിജയിച്ചിരിക്കുകയാണ്. ആര് ഭരിക്കും MHM എന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന മണ്ഡലമാണ് RC മണ്ഡലം. RC മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. ബുക്ക് പാർട്ടിയുടെ ഹന്നയും ബോക്സ് പാർട്ടിയുടെ ലിയയും ഏറ്റുമുട്ടിയപ്പോൾ ഫലമെന്തെന്നറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം. ഏവരും ഉറ്റുനോക്കിയ വിധി വന്നിരിക്കുന്നു. ബോക്സ് ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളെ 7 വോട്ടുകൾക്ക് ബുക്ക് ചിഹ്നത്തിൽ മത്സരിച്ച ഹന്ന തോൽപ്പിച്ചിരിക്കുകയാണ്. RD, RE മണ്ഡലങ്ങളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. കനത്ത പോരാട്ടം നടന്ന RD മണ്ഡലത്തിൽ 4 സ്ഥാനാർത്ഥികളും RE മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികളും മത്സരിച്ചപ്പോൾ വിധി അറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം. ഞെട്ടിച്ച വിധിയാണ് വന്നിരിക്കുന്നത്. 6D മണ്ഡലത്തിലെ ദേവനന്ദ 1 വോട്ടിന് എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിരിക്കുന്നു. ഇത് RE മണ്ഡലത്തിലെ റിസൾട്ട് വന്നിരിക്കുന്നു. RE മണ്ഡലത്തിൽ നിന്ന് ഹിബ ഫാത്തിമ 2 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് RF മണ്ഡലത്തിലെ വോട്ടുകളാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം ആരാകും RFന്റെ പ്രതിനിധി എന്ന്. RF മണ്ഡലത്തിന്റെ ഫലമറിഞ്ഞപ്പോൾ ലന മഹ്റീൻ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുന്നു. ഇന്ന് നമുക്ക് അറിയാനുള്ളത് 7A 7B മണ്ഡലങ്ങളുടെ റിസൾട്ട് കൂടിയാണ്. അവിടുന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഹേമന്ത്, ഇപ്പോൾ AA മണ്ഡലത്തിന്റെ ഫലം പുറത്തു വരുന്നു. AA മണ്ഡലത്തിൽ നിന്ന് നിതുവാൻ 14 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. മണ്ഡലത്തിന്റെ റിസൾട്ട് കൂടി വന്നിരിക്കുന്നു. 23 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിൽ സ്വാലിഹ തന്റെ എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് പെൻ പാർട്ടി 4 മണ്ഡലങ്ങളിലും ബാക്കി പാർട്ടികൾ 3 മണ്ഡലങ്ങളിലുമാണ് വിജയിച്ചിരിക്കുന്നത്. ഇത് തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിധിയെഴുത്താണ്. ഇത്തവണ തൂക്ക് നിയമസഭയാകുമെന്നാണ് കരുതുന്നത്. ഇനി വരാനുള്ളത് 3 മണ്ഡലങ്ങളുടെ ഫലമാണ്. ഏതെല്ലാമാണ് ആ മണ്ഡലങ്ങൾ? AC, AD, 5A. ആര് ഭരിക്കും MHM എന്ന് ഇപ്പോഴും അവ്യക്തമാണ്. വോട്ടിംഗ് മെഷീൻ തകരാർ മൂലം റീപോളിംഗ് നടന്ന 5A മണ്ഡലത്തിലെ വോട്ടുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു. 4 സ്ഥാനാർത്ഥികളാണ് അവിടെ നിന്ന് മത്സരിച്ചത്. ഇതാ ഫലം പുറത്തു വന്നു. 5A മണ്ഡലത്തിൽ നിന്ന് മൈഷ ഫാത്തിമ 2 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. AC, AD മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തുടങ്ങിയിരിക്കുന്നു. ACയിൽ നിന്നും 3 സ്ഥാനാർത്ഥികളും ADയിൽ നിന്നും 2 സ്ഥാനാർത്ഥികളും
മത്സരിച്ചപ്പോൾ പ്രവചനങ്ങൾ അസാധ്യം. AC മണ്ഡലത്തിലെ ഫലം വന്നിരിക്കുന്നു. AC മണ്ഡലത്തിൽ നിന്ന് ഹെന്ന നസ്രിൻ ബുക്ക് ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചിരിക്കുന്നു. വിചിത്രമായിരിക്കുന്നു ഇത്തവണത്തെ MHM തെരഞ്ഞെടുപ്പ്. അത് എല്ലാ പാർട്ടികളും തുല്യശക്തിയായി മാറിയിരിക്കുന്നു. AD മണ്ഡലത്തിലെ റിസൾട്ട് കൂടി വന്നിരിക്കുകയാണ്. ബോക്സ് ചിഹ്നത്തിൽ മത്സരിച്ച നജാത്ത് അവിടെ വിജയിച്ചിരിക്കുകയാണ്. 4 പാർട്ടികളും 4 വിധ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചിരിക്കുന്നു. എല്ലാവരും തുല്യശക്തികളാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഇനി ചർച്ചകളുടെ ദിവസങ്ങൾ. ആര് ഭരിക്കും MHM എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം. വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ. സൈനിങ് ഓഫ് ഷദ ആൻഡ് ഹേമന്ത്.